നമസ്കാരം, സിറാജാണ്. ചിത്രകല എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെ മാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് ബുക്സ് വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള വീഡിയോസ് കണ്ടതുകൊണ്ടോ കാര്യമില്ല. നിങ്ങളുടെ പ്രാക്ടീസാണ് പ്രധാനം. അപ്പോൾ എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിത്രകല പ്രാക്ടീസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇന്ന് ചിത്രം വരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരൊറ്റ നിറമാണ്, ബ്ലാക്ക് കളർ. അത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പെൻസിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ആർട്ട് ലൈൻ്റെ ഈ ഒരു പെൻസിലാണ്. പിന്നെ ഒരു ഐവറി ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് പേപ്പറും. അപ്പോൾ ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ചിത്രം സ്കെച്ച് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ആടുജീവിതം എന്ന മൂവിയിലെ ഈ ഒരു ഇമേജാണ്. ആദ്യം തന്നെ നമ്മൾ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഫോട്ടോ ശരിക്കും ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പെൻസിൽ വെച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് വരയ്ക്കാതെ ഏകദേശം ആ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. കാരണം ഇത് ബ്ലാക്ക് കളറായതുകൊണ്ട് തന്നെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഡാർക്കായിട്ട് വരും. പിന്നീട് മായ്ക്കാൻ കഴിയില്ല. കളർ പെൻസിലുകൾ നമുക്ക് ഇറേസ് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ കരുതും ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മായ്ക്കാൻ എളുപ്പമാണല്ലോ. പക്ഷേ നിങ്ങളെപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ മയക്കാതെ വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് തെറ്റ് വന്നിട്ടത് തിരുത്തുന്നതിനേക്കാൾ നല്ലത് തെറ്റാതെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു തോന്നും. അപ്പോൾ ആ മിസ്റ്റേക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പിന്നെ ഇന്നെന്ന കാരണം കൊണ്ടാണ് തെറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ മായ്ച്ച് വരയ്ക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയതെന്ന് തിരിച്ചറിയാൻ കഴിയുകയില്ല. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആദ്യമൊക്കെ തെറ്റിപ്പോയാലും പിന്നീട് കുറച്ച് ചിത്രങ്ങൾ ഇങ്ങനെ വരച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കറക്റ്റായിട്ട് സ്കെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ വളരെയധികം സമയമെടുത്ത് വളരെ പതുക്കെയാണ് ഓരോ പോയിൻറ്റും നോട്ട് ചെയ്ത് ചെയ്യുന്നത്. കാരണം ഔട്ട്ലൈൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഔട്ട്ലൈൻ തെറ്റാൻ പാടില്ല. പിന്നെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ക്യാരക്ടർ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫ്രീ ഹാൻഡിൽ ഒരുപാട് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു ക്യാരക്ടർ കറക്റ്റായിട്ട് വരിക. അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷൻസ് എവിടെയും തെറ്റിപ്പോകാതെ നോക്കുക. കണ്ണിൻ്റെ മൂക്കിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് തെറ്റിപ്പോകാതെ നോക്കുക. അതായത് സ്ഥാനം മാറിപ്പോകാതിരിക്കുക. അതായത് ഒരു കണ്ണ് കഴിഞ്ഞിട്ട് അടുത്ത കണ്ണിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ്, പിന്നെ കണ്ണിൻ്റെ മൂക്കിൻ്റെ ഒക്കെ ഇടയിലുള്ള ഗ്യാപ്പ്, മൂക്കിൻ്റെ നീളം, ഇതൊക്കെ കൂടിയും കുറഞ്ഞും പോകുന്ന പ്രശ്നമാണ് പല കൂട്ടുകാർക്കും വരുന്നത്. അപ്പോൾ അത് തെറ്റാതെ ശ്രദ്ധിക്കണം. അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ ആവശ്യമാണ്. വളരെ സമയമെടുത്ത് മാത്രം ആ ഭാഗങ്ങളൊക്കെ ചെയ്യുക. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കാനുള്ളൊരു ചിത്രത്തെ ഡീറ്റെയിൽഡായിട്ട് ചെയ്യാതെ ആദ്യം തന്നെ അതിൻ്റെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു വട്ടത്തിലുള്ളൊരു റൗണ്ട് ഷേപ്പുള്ളൊരു ചിത്രമാണ് വരയ്ക്കുന്നതെങ്കിൽ ആ റൗണ്ട് ഷേപ്പ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗങ്ങൾ ഡീറ്റെയിൽ ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഔട്ട്ലൈൻ്റെ രീതി എന്ന് പറയുന്നത്. രാജുവേട്ടൻ്റെ, അതായത് പൃഥ്വിരാജിൻ്റെ ആ ഒരു ഫേസ്, പിന്നെ ഒരു ആടിൻ്റെ ചിത്രം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ആദ്യം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തെടുത്തിട്ട്, അതായത് പിന്നെ കണ്ണിൻ്റെയും മൂക്കിൻ്റെയൊക്കെ ഓരോ പോയിൻ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ പിന്നെ ഡീറ്റെയിലിംഗ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കറുപ്പ് നിറം ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷേഡോസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ശക്തിക്ക്, അതായത് പ്രഷറിനനുസരിച്ച് ഡാർക്ക് ഷെയ്ഡ് കൂടിക്കൂടി വരും. ലൈറ്റായിട്ടാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടും. ഡാർക്കായിട്ടാണ് കൊടുക്കുന്നെങ്കിൽ, അതായത് കൂടുതൽ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഡാർക്ക് ഷെയ്ഡും കിട്ടും. അതാണ് ഈ ഒരു പെൻസിലിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. നമ്മൾ യാത്രാവേളകളിലൊക്കെ കാണുന്ന ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായി ചെയ്യാൻ പറ്റും. ഗ്രാഫൈറ്റ് പെൻസിലിനേക്കാൾ എനിക്കിഷ്ടം ഇതേപോലുള്ള കറുപ്പ് കളർ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാനാണ്. ഇങ്ങനെയുള്ള കറുപ്പ് നിറം ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പേപ്പറിൻ്റെതാണ്. വളരെ സ്മൂത്തായിട്ടുള്ള പേപ്പർ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഗ്രിപ്പുള്ള പേപ്പർ എടുത്തു കഴിഞ്ഞാൽ വരയ്ക്കുന്ന ചിത്രത്തിനൊരു നീറ്റ് ഉണ്ടാവില്ല, ഒരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതേപോലുള്ള ഡാർക്ക് കളേഴ്സ് വെച്ച് ചിത്രം വരയ്ക്കുമ്പോൾ എപ്പോഴും സ്മൂത്തായിട്ടുള്ള പേപ്പർ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രോക്കുകൾ ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. അതായത് ടെക്സ്ചേർഡ് ആകുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊരു ടെക്സ്ചറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ വൈറ്റ് ഡോട്ടുകളൊക്കെ എടുത്ത് പിടിക്കും.
അതുകൊണ്ടാണ് പറയുന്നത് സ്മൂത്തായിട്ടുള്ള പേപ്പർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു തവണ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ എപ്പോഴും പെൻസിലിൻ്റെ ടിപ്പ് വളരെ ഷാർപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇതിൽ കൂടുതൽ ബ്ലെൻഡിങ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ആ സ്ട്രോക്ക് അങ്ങനെ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഗ്രാഫൈറ്റ് പെൻസിൽ ബ്ലെൻഡ് ചെയ്യുന്ന പോലെ ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ ചെയ്യാനും കഴിയില്ല. കളർ പെൻസിലിൽ നമുക്ക് സ്ട്രോക്ക് ലൈൻസാണ്, അതായത് ഹാച്ചിങ്, ക്രോസ് ഹാച്ചിങ്, ഈ ഒരു മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ ഫേസിലൊന്നും അധികം ഡാർക്ക് ഷെയ്ഡൊന്നും കൊടുക്കുന്നില്ല. ചിത്രത്തിൽ നല്ല ഡാർക്ക് ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിലും ഇത് വളരെ സിമ്പിളായിട്ട് സ്കെച്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിലുള്ള മുടിയും താടിയൊക്കെ വരയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ബിഗിനേഴ്സിന് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പല ഷേപ്പിലേക്കും തിരിഞ്ഞും മറിഞ്ഞൊക്കെ നിൽക്കുന്ന മുടിയിഴകളാണ് ഉണ്ടാവുക. അപ്പോൾ മുടിയുടെ ഷേപ്പിലൊക്കെ ചെറിയ വ്യത്യാസമൊന്നും വന്നാൽ മനസ്സിലാവുകയില്ല. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസിന് എടുക്കുമ്പോൾ എപ്പോഴും താടിയും മുടിയൊക്കെ കൂടുതലുള്ള ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകാനുള്ള സാധ്യത കുറയും. കുറച്ചുകൂടെ കൈക്കൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഈ താടിയും മുടിയൊക്കെ വരയ്ക്കുമ്പോഴേ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചിത്രം വരയ്ക്കുമ്പോൾ കൈക്ക് ലഭിക്കുന്നതാണ്. പിന്നെ മുടിയും താടിയൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ എഴുതുന്നത് പോലെ വരയ്ക്കാതിരിക്കുക. അതായത് നമ്മൾ ഒരു ബുക്സൊക്കെ നോട്ട്സൊക്കെ എഴുതുന്നത് പോലെ കൈപ്പത്തി പേപ്പറിൽ ടച്ച് ചെയ്ത് പിടിച്ചിട്ട് അങ്ങനെ വരയ്ക്കാതിരിക്കുക. എപ്പോഴും പിന്നെ ജസ്റ്റ് പെൻസിൽ മാത്രമേ പേപ്പറിൽ ടച്ച് ആവൂ, നമ്മുടെ കൈ പേപ്പറിൽ ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ ശരിക്കും ഫ്ലെക്സിബിളാവും. അപ്പോൾ നമുക്ക് മുടിയും താടിയൊക്കെ ആ ഒരു ഷേപ്പിൽ ഒരു എസ് മോഡലിലൊക്കെ വളരെ ഈസി ആയിട്ട് സ്കെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. കൈ പേപ്പറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വിരലുകൾ മാത്രമേ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇനി നിങ്ങൾ താടിയും മുടിയൊക്കെ വരയ്ക്കുമ്പോൾ ഇതേപോലെ കൈ പേപ്പറിൽ ടച്ച് ആവാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, പെൻസിൽ എന്തിനാണ് ഈ ഒരു ഷേപ്പിൽ പിടിച്ചിട്ട് ഔട്ട്ലൈൻ വരയ്ക്കുന്നതെന്ന്. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൈ ഒരു കൂടുതൽ ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ടാണ്. എങ്കിലേ ഉള്ളൂ നമുക്ക് ആ ഒരു രീതിയിൽ വരയ്ക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് നല്ല പിന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെ ആ ഒരു രീതിയിലാണ് വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാൻ, അതായത് കുറച്ചുകൂടെ അനായാസേന നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നിങ്ങളും ഫ്രീ ഹാൻഡ് സ്കെച്ചൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ കൈ കൂടുതൽ ഫ്ലെക്സിബിളായിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് വെക്കുക. കൈ എവിടെയും ലോക്കാവാത്ത രീതിയിൽ. നമ്മൾ എഴുതുമ്പോൾ കൈ എപ്പോഴും ഡെസ്കിലൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടല്ലേ എഴുതുക. പക്ഷേ വരയ്ക്കുമ്പോൾ കൈ അങ്ങനെ എവിടെയും ലോക്ക് ചെയ്യാതെ വെക്കുക. അങ്ങനെ ആകുമ്പോൾ കൈ നമുക്ക് ശരിക്കും പിന്നെ ഈ ഒരു പെൻസിൽ വെച്ചിട്ട് പേപ്പറിൽ ഇങ്ങനെ ഒഴുകുന്നത് പോലെ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ മെത്തേഡൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആർട്ടിസ്റ്റ് സിറാജ് ചെങ്ങോട്ടുകാവ് എന്നാണ്. അപ്പോൾ ഈ അക്കൗണ്ടിൽ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് കൂട്ടുകാർ ചെയ്യാറുണ്ട്. അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ കയറിയിട്ട് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ ഞാനത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ വരയ്ക്കുന്ന ഈ ഒരു ചിത്രത്തിൽ കൂടുതൽ ഡെപ്ത്ത് ഞാൻ കൊടുക്കുന്നില്ല. ഡെപ്ത്ത് എന്ന് പറയുന്നത് കൂടുതൽ ലെയേഴ്സ് ഉൾപ്പെടുത്തുന്നില്ല, ജസ്റ്റ് സ്ട്രോക്കുകൾ മാത്രമാണ്. അപ്പോൾ ആ മുടി, താടി, പിന്നെ ഫേസിലൊന്നും അധികം ഷെയ്ഡൊന്നും കൊടുക്കുന്നില്ല. ശരിക്കും ഒറിജിനൽ ചിത്രത്തിൽ മുഖത്ത് നല്ല ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതൊരു സിമ്പിൾ സ്കെച്ചിങ് മെത്തേഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓവറായിട്ട് ഡെപ്ത്തൊന്നും കൊടുത്ത് ടൈം എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ സമയം പ്രാക്ടീസിന് വേണ്ടി ചിലവഴിക്കാതെ ഇതേപോലെ സിമ്പിളായിട്ട് സ്കെച്ച് ചെയ്തിട്ട് ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചതിന് ശേഷം നിങ്ങൾ റിയലിസ്റ്റിക്കായിട്ട് ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ടൊരു ചിത്രം, അതായത് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഡീറ്റെയിൽഡായിട്ടൊരു ചിത്രം വരയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചിത്രകലയോടുള്ള താല്പര്യം കുറയാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ കുറഞ്ഞ ടൈമിനുള്ളിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിലൊക്കെ തീർക്കുന്ന കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങൾ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
പൃഥ്വിരാജിൻ്റെ ഫേസ് വരച്ച് വന്നപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തു എന്നുള്ളതാണ്. അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ഈ ഒരു മെത്തേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ സാവധാനം ടൈം എടുത്ത് വളരെ പതുക്കെ ചെയ്താൽ മതി. പിന്നെ വീഡിയോ ഓവർ ലെങ്ത് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്രോപ്പ് ചെയ്ത് കുറച്ച് സ്പീഡൊക്കെ ആക്കിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, തീർച്ചയായിട്ടും ഞാൻ റീപ്ലൈ തരുന്നതാണ്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, സ്മൂത്തായിട്ടുള്ള പേപ്പർ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, പെൻസിലിൻ്റെ ലെഡ് പോയിൻ്റഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മാക്സിമം ഷാർപ്പായിട്ട് തന്നെ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ചിത്രം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ചിത്രങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ചിത്രകലയെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ചിത്രകല പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ടൈം എടുത്ത് വളരെ ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതേപോലെ നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ആശംസകൾ.